ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് പേര് പറഞ്ഞു 2024 വന്നു പോയത് അറിഞ്ഞേയില്ല, എന്ത് പെട്ടെന്ന് ആ വർഷം പോയെന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിന് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഓരോ സെക്കൻഡ് അറിയുന്നുണ്ടായിരുന്നു. എനിക്കൊരു നീണ്ട വർഷമായിരുന്നു 2024. ഒരുപാട് ഈവൻറ്റ്സ് നടന്ന വർഷമാണ്, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് നടന്ന വർഷമാണ്, ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ട വർഷമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു ഇയറാണ് 2025. അന്ന് 2024 ഞാൻ അവസാനിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങുന്നൊരു വർഷം കൂടാണ് 2025. അപ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് നടന്നൊരു വർഷമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ 2024. പക്ഷെ അതിൽ ഏറ്റവും നടന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ചാനൽ തന്നെയാണ്. ഞാനൊരു 4 മാസം മുന്നേ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് 121 അറൗണ്ട് ആ ഒരു ഫിഗറായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ ഒരു ഫാമിലി ആയിട്ടുണ്ട്. 3K+ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് മാത്രമല്ല, സപ്പോർട്ടേഴ്സ് എന്നുകൂടി ഞാൻ എല്ലാവരെയും സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല സപ്പോർട്ടേഴ്സ് എന്ന് വേണം പറയാനായിട്ട്. 2024 ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു കാര്യമായിരുന്നു ചാനലിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, പുതിയ പുതിയ കണ്ടൻറ്റ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അത് പ്രിപ്പയർ ചെയ്തതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ഉള്ള സന്തോഷം, ഇതൊക്കെയായിരുന്നു എൻ്റെ കഴിഞ്ഞ ഒരു 4 മാസത്തെ മെയിൻ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് 2025 കടക്കുമ്പോൾ എനിക്കൊരു ഫുൾ ടൈം കണ്ടൻറ് ക്രിയേറ്റർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനവും ആഗ്രഹവും. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷനിൽ ഞാൻ ഒരുപാട് പ്ലാൻസ് ഉണ്ടാക്കി. 2025 എങ്ങനെ വേണം, ഓരോ ദിവസവും എങ്ങനെ വേണം, ഓരോ മാസവും എങ്ങനെ വേണം, എന്തൊക്കെയാണ് എൻ്റെ 2025 ഗോൾസ് എന്നുള്ളത്. എല്ലാം ഒട്ടുമിക്ക ഗോൾസും അത് നമ്മുടെ ചാനലിനെ ബേസ് ചെയ്തിട്ടുള്ള ഗോൾസ് ആയിരുന്നു. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ഞാനങ്ങ് മെൻ്റലി സെറ്റായിട്ടിരിക്കുമായിരുന്നു. ഇവിടെ ചാനൽ എങ്ങനെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് പുതിയ കണ്ടൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ എന്നിൽ വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ വർഷം അച്ചീവ് ചെയ്യേണ്ടത്, ചാനലിൻ്റെ കാര്യമാണെങ്കിലും അല്ലാതെ ലൈഫിലാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി നല്ല കൃത്യമായ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ 2 വർഷം മുന്നേ ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് MSc പഠിച്ചതിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോഴത്തേക്കും എനിക്കതൊന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അവസാനത്തെ എക്സാം ആ ഒരു ടൈമിൽ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരികയും ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ആയ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇന്നലെ വരുന്നത്. അപ്പം എനിക്ക് സന്തോഷിക്കണോ വിഷമിക്കണോ എന്നറിയാതായിപ്പോയി. കാരണം അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടൻറ് ക്രിയേഷനിൽ കംപ്ലീറ്റ്ലി എൻ്റെ ഫോക്കസ് കൊടുക്കാനായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാനതിൽ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഡിസിഷൻ വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഓർത്തു എങ്ങനെയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ രീതിയിലും നല്ലത്. എന്തായാലും ഒരു കാലത്ത് നല്ല എഫേർട്ട് കൊടുത്ത് ഞാൻ പരിശ്രമിച്ച് വിജയിക്കും എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നല്ലോ. അന്നത് നഷ്ടമായതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഒന്ന് ശ്രമിച്ചേക്കാം, ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ ഞാനത് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഇന്ന് പോവുകയാണ്, മുംബൈയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ എൻ്റെ ന്യൂ ഇയർ പ്ലാൻസ് എല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഡേ 1 തൊട്ട് എനിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ഷെഡ്യൂളിലോട്ടും റൂട്ടീനിലേക്കുമൊക്കെ ഞാൻ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കുവാണ്. പക്ഷേ എനിക്ക് അൾട്ടിമേറ്റ്ലി എനിക്ക് ചാനലിൽ കോണ്ടൻറ്റ്സ് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. എത്രത്തോളം ഈ 3-4 മാസങ്ങളിൽ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എനിക്ക് നല്ലപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള സമയം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ പ്ലാൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു,
2025 നമ്മൾ കടക്കുമല്ലേ, അപ്പോൾ ഒരു ചെറിയ പ്ലാൻ പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൽ നല്ല എഫേർട്ട് എടുക്കാറുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നല്ലപോലെ ഞാൻ റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പം അത് നല്ല സമയമെടുക്കുന്നൊരു കാര്യവുമാണ്. അപ്പം ഞാൻ ഓർത്തു എനിക്ക് അത്രയും സമയം ഇപ്പം അതിനുവേണ്ടി ഡിവോട്ട് ചെയ്യാനില്ല. പക്ഷേ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് ആ കമൻറ്റ് ഇഗ്നോർ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് എന്താണ് ഒരു ബെയർ മിനിമം എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ആലോചിച്ചപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് 2025 ബേസിക്കലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. അതിനകത്ത് എല്ലാമല്ല ഒരു 5 കാര്യങ്ങൾ ഞാൻ ഈ 2025 ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു 5 കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്ലാൻ എല്ലാം ഒന്നും നടക്കാൻ പോകുന്നില്ലെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും വിട്ടുകൊടുക്കരുത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു 5 കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലോട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങളും ഭയങ്കര സിമ്പിളായിട്ടുള്ള, ഒരു പൈസ മുടക്കം ഇല്ലാത്ത, ഒരുപാട് സമയമൊന്നും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ 2024 ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഞാൻ അതൊന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നില്ലായിരുന്നുള്ളതാണ്. അപ്പോൾ 2025 കടക്കുമ്പം എനിക്കിത് ഫ്രീക്വൻ്റ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഓക്കെ, നമുക്ക് വലിച്ചു നീട്ടാതെ കാര്യത്തിലോട്ട് കടക്കാം. ഞാൻ ആദ്യം മോർ ഫ്രീക്വൻ്റ്ലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. ഞാൻ അത്യാവശ്യം നല്ലപോലെ ജേർണൽ ചെയ്യുന്ന ഒരാളാണ്. റെഗുലർലി എന്നെക്കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ജേർണൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും അതൊന്ന് ബ്രേക്കായി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു നല്ല ഗ്യാപ്പ് വരാറുണ്ട്. ഇപ്പം ഈ വർഷം മുഴുവൻ എടുക്കുവാണെങ്കിലും ഞാനൊരു 60-70% സമയം മാത്രമേ ജേർണൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി ടൈമൊന്നും ഞാൻ ജേർണൽ ചെയ്തിട്ടില്ല. ഈ ബാക്കി ടൈം ഉദ്ദേശിക്കുന്നത് ഒരു മന്തിൻ്റെ ഗ്യാപ്പൊക്കെ ആയിരിക്കും. ചില മാസം ഞാൻ ജേർണൽ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരുപാട് പേഴ്സണൽ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു വർഷമാണ് 2024. അത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടും കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടും ഫ്രീക്വൻ്റ് ആയിട്ടും എനിക്ക് 2025 കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ്, റെഗുലറായിട്ട് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ജേർണൽ വഴി ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ജേർണലിംഗ് വഴി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പം എനിക്കതിനകത്ത് 2024 തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് 2025 കടക്കുമ്പം എനിക്ക് പേഴ്സണലി അത് ഒരുപാട് ബെനിഫിഷ്യലാണെന്ന് തോന്നുന്നുണ്ട് ഞാനത് ഡെയിലി ബേസിസിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഇതുവരെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ലൈഫിൽ ഒരു താളവും ഒരു സ്ട്രക്ചറും ഒരു ഓർഗനൈസേഷനും വരാനായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റായിരിക്കും ജേർണലിങ്. ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, സെൽഫ് റിഫ്ലക്ഷൻ അതുപോലുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും ജേർണലിങ്. ജേർണലിങ് പല ടൈപ്പ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഒരുപാട് ജേർണലിങ് ഐഡിയാസ് പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടറിനും ഗോൾസിനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ജേർണലിങ് രീതി നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നത് ഒരുപാട് ചേഞ്ചസ് നമ്മളിൽ വരുത്തുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഗുലറായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അത്യാവശ്യം നല്ലപോലെ ബുക്സ് വായിക്കുന്ന ഒരാളാണ്. 2024 ഞാൻ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു ഹാബിറ്റാണ് റീഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ജേർണലിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ബ്രേക്സ് വരാറുണ്ട്. ആ ബ്രേക്സ് എൻ്റെ ആ ഒരു ഹാബിറ്റിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന കാര്യത്തിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കത് അഫക്റ്റ് ആവാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു ബ്രേക്സ് എടുക്കുന്നത്. ആ ഒരു ഹാബിറ്റ് റെഗുലറായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു വർഷം ഇത് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ഇന്ന് വരെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇത്രയും പ്ലഷർ തരുന്ന ഒരു ആക്ടിവിറ്റി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ പ്ലഷർ തരുന്നൊരു കാര്യമാണ്, അതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റീഡിങ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ലോകമാണ്. വായന ശീലമാക്കാത്ത ആളുകളുടെ അടുത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സിമ്പതി തോന്നുന്ന പോലെയാണ്. കാരണം ആ ഒരു ലോകത്തെ ഒരു അനുഭവം അനുഭവിച്ചറിയാത്തതുകൊണ്ടായിരിക്കും ആ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ആരെങ്കിലും റീഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തുടങ്ങണം. ഇത് ഒരു വലിയ ഒരുപാട് നല്ലൊരു ഹാബിറ്റാണ്. നമ്മളെ പേഴ്സണലി ഒരുപാട് ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. പിന്നെ മൂന്നാമത് ഞാൻ ഈ ഒരു ഇയറിൽ സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇതിനെ ഞാൻ മുമ്പത്തെ 2 ഹാബിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴുള്ള അതേ പ്രശ്നമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിനുള്ളത്. എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ഇതിന് മുന്നേയും എനിക്ക് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ആലോചിച്ച് ഒരു സ്ട്രക്ചേർഡായിട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ 2024 2023 ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ തവണയും സംഭവിക്കുന്ന പോലെ തന്നെ ഈ ഒരു ബ്രേക്ക്, ഒരു കാര്യം തുടങ്ങി ആ ഒരു ഫ്ലോയിൽ പോയി എവിടെയെങ്കിലും ഒരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരു ലോങ് ബ്രേക്ക് എടുക്കും. അപ്പം ഈ ഒരു കാര്യം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഇത് വന്നു കഴിഞ്ഞാൽ ശരിക്കും അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് കടന്നെന്ന് വരാം. അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഏൺ ചെയ്യുന്നവർക്കും സ്റ്റുഡൻസിനും എല്ലാം ബാധകമായിട്ടുള്ളൊരു കാര്യമല്ലേ. കാരണം എല്ലാവരും മണി മാനേജ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ജോലി കിട്ടി ആ ഒരു തുടക്ക സമയത്ത് ഒരുപാട് ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് ആളുകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് മണി മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്നത് പോക്കറ്റ് മണി ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് മാനേജ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ള ഹാബിറ്റ്സ് പോലല്ല. ഇതെങ്ങാനും പാളിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഹാബിറ്റ്സ്, ഹെൽത്ത്, ഫിനാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് ഏജിലാണെങ്കിലും. നീഡ്സും നമ്മുടെ വാണ്ട്സും നമ്മുടെ ഇൻകവും ആയിട്ട് ഒരു ബാലൻസ് വരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു ബഡ്ജറ്റ് ട്രാക്കിംഗ്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ചിലവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതി വെക്കുന്നത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ നീഡ്സിന് ഞാൻ എത്ര പൈസയായിരിക്കും മുടക്കിയിട്ടുണ്ടാവുക, എൻ്റെ വോൺസ്, അതായത് എൻ്റെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും രണ്ടിനും എത്രയാണ് ടോട്ടൽ ഞാൻ ഒരു ദിവസം മുടക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ എഴുതി വെക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബോധം വരികയാണ്. ഞാൻ എത്ര പാഴ്ചെലവ് എനിക്ക് സംഭവിക്കുന്നുണ്ട്, എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ എത്ര ചിലവ് ചെയ്യുന്നുണ്ട്. അത് ഡെയിലി ബേസിൽ ട്രാക്ക് ചെയ്യുമ്പം നമുക്ക് മന്ത്ലി അത് നമുക്ക് നമ്മുടെ ഇൻകവുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെട്ട് പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ എക്സ്പെൻസസിനെ കൺട്രോൾ ചെയ്യാനും ആവശ്യമില്ലാത്ത ചിലവുകളെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ ഒരു ഹാബിറ്റ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 4ാമത്തെ കാര്യം ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഹെൽത്താണ്. സത്യം പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് ഞാൻ അറ്റൻഷൻ കൊടുക്കാത്ത ഒരു ഏരിയ ആയിരുന്നു ഒരു 2 വർഷം മുന്നേ വരെ. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ബോധം വെച്ചു. അങ്ങനെ ഞാൻ ഈറ്റിംഗ് ഹാബിറ്റ്സിലൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. 2024 ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് പോകെ മനസ്സിലായി അതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല ഈ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എനിക്ക് നല്ലപോലെ ലാക്കിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്തു ഈ ഒരു 2025 അതുപോലെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ല. ഞാനിപ്പം ആദ്യം പറഞ്ഞ 3 ഹാബിറ്റ്സ് ഏത് കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ ഹെൽത്ത് എന്തായാലും വേണം. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക്
ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. വന്നു കഴിയുമ്പം നമ്മളതിൽ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലതാണ് നമ്മൾ ഒരു അസുഖം വരുന്നതിന് മുന്നേ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ഹെൽത്തി ആയിട്ട് നമ്മളുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഫിസിക്കൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് തിരിച്ചും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയയാണ് എൻ്റെ ഫിസിക്കൽ ഹെൽത്ത്. ആൻഡ് 5th പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ മെൻ്റൽ ഹെൽത്ത്. ഞാൻ കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെൻ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മെയിൻലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തെറാപ്പി, അതുപോലെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി വായിക്കുക, എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി കൂടുതൽ അറിയുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയായിരുന്നു. അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് സിംറ്റം ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് എനിക്ക് എത്താൻ പറ്റി. പക്ഷേ ഇനി ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് ഇനി എനിക്കിത് ഞാൻ ആ ഒരു സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓർത്തു 25 ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നായിരിക്കണം എൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ വരുമ്പം ആയിരിക്കണം എന്നില്ലല്ലോ. നമ്മൾ മെൻ്റലി ഫിറ്റായിട്ടിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഈ 2024 ചെയ്ത പോലെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് അതിൽ ഫോക്കസ് ചെയ്യുന്നതിൽ അല്ലാതെ അതിന് മുന്നേ തന്നെ മെൻ്റലി എന്നെ ഫിറ്റാക്കി വെക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഈ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നെനിക്ക് തോന്നി. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനെക്കാട്ടിലും ഞാൻ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഓർത്തു ഈ 5 കാര്യങ്ങളെങ്കിലും മിനിമം ഞാൻ തെറ്റാതെ ചെയ്തിരിക്കണം എന്ന്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പുതിയ കാര്യമല്ല, ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമല്ല പലരും. ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെ കണ്ടാൽ മതി ഈ വീഡിയോനെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വർഷം നിങ്ങളുടെ പ്ലാൻസ്, നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടക്കട്ടെ, നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thanks for watching and bye.